തീരാവേദനയോടെ ഇന്ന് വിശ്വാസി സമൂഹം ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജേക്കബ് തൂങ്കുഴിക്ക് കണ്ണീർ പ്രണാമം അർപ്പിക്കും. 5 ദശാബ്ദത്തിലേറെ തങ്ങളെ നയിച്ച തൂങ്കുഴി പിതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇന്ന് ആയിരങ്ങൾ തൃശൂരിലെത്തും. സംസ്കാര ശുശ്രൂഷകളുടെ ആദ്യഘട്ടങ്ങൾക്കും വിലാപയാത്രയ്ക്കും നഗരി കാണിക്കലിനും പൊതുദർശനത്തിനുമുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മൃതസംസ്കാരം കോഴിക്കോട് കോട്ടൂളിയിൽ നാളെ നടക്കും. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. സംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഘട്ടം ഇന്ന് രാവിലെ 11:30 തൃശൂർ അതിരൂപതാ മന്ദിരത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കാർമ്മികത്വത്തിൽ നടത്തും. ഉച്ചയ്ക്ക് 12:15 ഭൗതികദേഹം തൃശൂർ ഡോളേഴ്സ് ബസിലിക്കയിലേക്ക് കൊണ്ടുപോകും. ബസിലിക്കയിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് 3:30 വിലാപയാത്ര തുടങ്ങും. ബസിലിക്കയിൽ നിന്ന് ഹൈറോഡിലേക്ക് കടന്ന് തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി പാറമേക്കാവ് ജംഗ്ഷൻ വഴി സെന്റ് തോമസ് കോളേജ് റോഡിലൂടെ വിലാപയാത്ര ലൂർദ് കത്തീഡ്രലിലെത്തും. വൈകുന്നേരം 5 മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന. ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ സന്ദേശം നൽകും. അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, ശംഷാബാദ് ആർച്ച് ബിഷപ്പ് മാർ പ്രിൻസ് പാണേങ്ങാടൻ എന്നിവർ സഹകാർമ്മികരാകും. കത്തീഡ്രലിൽ പൊതുദർശനത്തിന് വെക്കുന്ന ഭൗതികദേഹത്തിൽ രാത്രിയിലും അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമുണ്ടാകും. നാളെ രാവിലെ 9:30 വരെ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ പൊതുദർശനം. 9:30 സംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ കാർമ്മികത്വത്തിൽ നടത്തും. 10 വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് മാർ ആൻഡ്രൂസ് താഴത്ത് അനുസ്മരണ പ്രസംഗം നടത്തും. തുടർന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുർബാനയോടുകൂടി സംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഘട്ടം. മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം അനുസ്മരണ സന്ദേശം നൽകും. തുടർന്ന് ഉച്ചയ്ക്ക് 1 കോഴിക്കോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകും. വൈകുന്നേരം 4 മുതൽ കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് പള്ളിയിൽ പൊതുദർശനം. തുടർന്ന് 6:30 മൃതസംസ്കാര ശുശ്രൂഷയുടെ സമാപന കർമ്മങ്ങൾ കോഴിക്കോട് കോട്ടുളിയിൽ ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ജനറലേറ്റായ ഹോം ഓഫ് ലവിൽ നടക്കും.